السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه وسلم تسليما كثيرا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവൻ്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നാം ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരെന്നുള്ള നിലയിൽ നമുക്കെല്ലാവർക്കും ഭക്ഷണം ആവശ്യമാണ്, വസ്ത്രം ആവശ്യമാണ്, അതേപോലെ കിടക്കുവാനുള്ള കിടപ്പാടവും സഞ്ചരിക്കുവാനുള്ള വാഹനങ്ങളും എന്ന് വേണ്ട അനവധി ആവശ്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ ആവശ്യങ്ങൾക്കായി പല വഴികളിലേക്ക് പുറപ്പെടുന്നവരാണ്, അധ്വാനിക്കുന്നവരാണ് നാം ഓരോരുത്തരും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഉപജീവനവും സമ്പാദ്യവുമൊക്കെ, നാം കഴിക്കുന്നതും നാം ഉടുക്കുന്നതും എല്ലാം ഹലാലായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. നാം തിന്നുന്ന ഭക്ഷണത്തെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും ഉണർത്തിയിട്ടുണ്ട്. അത് ഹലാലും ത്വയ്യിബുമായിരിക്കണം. അഥവാ അള്ളാഹു അനുവദിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിലൂടെയല്ലാതെ ഹലാലായ മാർഗത്തിലൂടെയായിരിക്കണം നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളും നമ്മുടെ സമ്പാദ്യങ്ങളുമെല്ലാം. അതേപോലെ നമ്മുടെ ശരീരത്തിന് ഹാനികരമായ, ഉപദ്രവകരമായ പദാർത്ഥങ്ങളാകരുത് നമ്മൾ വാരി വിഴുങ്ങുന്നത്. അത് ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഈ 3 കണ്ടീഷൻസ് പണ്ഡിതന്മാർ പ്രത്യേകം ഉണർത്തുന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പോ അള്ളാഹു നിഷിദ്ധമാക്കിയ സംഗതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തണം. അത് കേവലം പന്നിമാംസവും ശവവും മാത്രമല്ല, അതല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ചയാക്കി സമർപ്പിച്ച ഭക്ഷ്യപദാർത്ഥങ്ങൾ മാത്രമല്ല, മറിച്ച് ഹറാമായ എന്തെല്ലാം മാർഗങ്ങളുണ്ടോ, മറ്റുള്ളവരെ കബളിപ്പിച്ച് പറ്റിച്ച് ചൂഷണം ചെയ്ത് നാം ഉണ്ടാക്കുന്ന ചെറിയ പൈസയാണെങ്കിൽ പോലും അതിലൂടെ ദൂരവ്യാപകമായ ഭവിഷ്യത്തുകൾ നമുക്ക് വരാനിരിക്കുന്നു എന്ന കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അയ്യുമാ ലഹ്മിൻ നബത മിൻ ഹറാമിൻ ഫന്നാറു ഔലാ ബിഹി. ഏതൊരു മാംസഭാഗം അഥവാ ഏതൊരു മനുഷ്യന്റെ ശരീരം ഹറാമിലൂടെ തടിച്ചു കൊഴുക്കുന്നുവോ, വളർന്നു വരുന്നുവോ, ഫന്നാറു ഔലാ ബിഹി, നരകമാണ് അതിന് ഏറ്റവും അർഹമായിട്ടുള്ളത് എന്ന്. അപ്പോ നമ്മൾ നമ്മുടെ കൈകളിലേക്ക് വരുന്ന, നമ്മുടെ പോക്കറ്റിലേക്ക്, നമ്മുടെ സമ്പാദ്യത്തിലേക്ക് വരുന്ന ആ സമ്പാദ്യങ്ങൾ ഹറാമിലൂടെയാണോ, അള്ളാഹു നിഷിദ്ധമാക്കിയ മാർഗത്തിലൂടെയാണോ എങ്കിൽ അത് നമ്മൾ നരകം സമ്പാദിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. അതേപോലെ
അത്തരം സമ്പാദ്യങ്ങൾ പടച്ച റബ്ബിൽ നിന്ന്, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്നും നമ്മളെ അകറ്റിക്കളയും. കളവിലൂടെയും ചതിയിലൂടെയും വഞ്ചനയിലൂടെയും നാം നേടിയെടുക്കുന്ന ഒന്നും നമുക്ക് സ്ഥായിയായി അനുഭവിക്കുവാനോ അതിൻ്റെ നല്ല ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കുവാനോ സാധിക്കുകയില്ല. പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിലും പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു പരാമർശം നമുക്ക് കാണുവാൻ സാധിക്കും. യാ അയ്യുഹർ റുസുലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. നിങ്ങൾ നല്ലത് തിന്നുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. അഥവാ നല്ലത് ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടാകണമെങ്കിൽ, നല്ലത് പ്രവർത്തിക്കുവാൻ നമുക്ക് തൗഫീഖ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ തിന്നുന്നത് ഹലാലായിരിക്കണം, നല്ലതായിരിക്കണം എന്നർത്ഥം. ഇല്ലെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നും പടച്ച റബ്ബിന്റെ റഹ്മത്തിൽ നിന്നുമൊക്കെ നമ്മളെ ദൂരത്താക്കും, അകറ്റിക്കളയും. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, വാക്കുകളിലും പെരുമാറ്റങ്ങളിലും ഇടപാടുകളിലുമെല്ലാം സത്യസന്ധത നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയാണെങ്കിൽ ആ സത്യസന്ധത എന്നത് നന്മയിലേക്ക്, പുണ്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. വഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ജന്ന. ആ സത്യസന്ധത അല്ലെങ്കിൽ ആ പുണ്യം നിങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുകയും ചെയ്യും. നേരെ മറിച്ച് നിങ്ങൾ കളവാണ്, പറ്റിക്കലാണ്, ചതിയും വഞ്ചനയിലുമാണ് ഏർപ്പെട്ടിട്ടുള്ളതെങ്കിൽ വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ. ആ കളവും അതേപോലെ തന്നെയുള്ള തിന്മയുമൊക്കെ തോന്നിവാസങ്ങളിലേക്ക്, തെമ്മാടിത്തങ്ങളിലേക്ക്, പാപങ്ങളിലേക്കാണ് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുക. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലന്നാർ. ആ തിന്മകൾ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോയി തള്ളുകയും ചെയ്യുമെന്നാൽ. അതുകൊണ്ട് അതിൻ്റെ പരിണിത ഫലത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് താൽക്കാലികമായ ലാഭങ്ങളും നേട്ടങ്ങളും എന്നതിനേക്കാൾ ഉപരി നമ്മൾ സമ്പാദിച്ചു കൊണ്ടുപോകുന്ന നമുക്ക് തന്നെ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന സമ്പാദ്യം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുമോ എന്ന് ഒരാൾക്കും ഗ്യാരണ്ടി ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ കൊണ്ടുപോയി കൂട്ടുന്നത് ഒരുപക്ഷെ ഹോസ്പിറ്റലിലേക്ക് ചുവന്നു കൊണ്ടുപോയി കൊടുക്കാനേ തികയുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ സമ്പാദിച്ച ആ സമ്പാദ്യവുമായി പോകുമ്പോഴാണ് നമ്മൾ മരിക്കുന്നതെങ്കിൽ ആ സമ്പാദ്യവുമായിട്ടായിരിക്കും നമ്മുടെ പിൻതലമുറക്കാർ, നമ്മുടെ മക്കളും അനന്തരാവകാശികളും അടിപിടി കൂടുന്നതും വഴക്കും വക്കാണവും ഒക്കെയായി അധപ്പതിക്കുന്നത്. എന്നാൽ ഹലാലായ സമ്പാദ്യമാണ് നമ്മുടേതെങ്കിൽ നമ്മൾ തിന്നുന്നതും നമ്മൾ തീറ്റിക്കുന്നതും നമ്മൾ സദഖ കൊടുക്കുന്നതുമെല്ലാം അള്ളാഹു തൃപ്തിപ്പെടുന്ന നന്മകളായി റബ്ബിന്റെ അടുക്കലേക്ക് സ്വീകരിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. അതേപോലെ ഇടപാടുകളിൽ ബറക്കത്തുണ്ടാകണോ? ചില ആളുകൾ പറയാറുണ്ട്, എത്രയുണ്ടായിട്ടും കാര്യങ്ങളൊന്നും ഒരു ഭംഗിയാകുന്നില്ല, ഒരു സമാധാനവും സന്തോഷവും സംതൃപ്തിയും ഉണ്ടാകുന്നില്ല എന്നാണ്. എത്ര കിട്ടിയാലും ആവശ്യങ്ങൾ തീരാത്ത, എപ്പോഴും ദാഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സാമ്പത്തികമായി അല്ലെങ്കിൽ കുടുംബപരമായി നമുക്കുണ്ടെങ്കിൽ എങ്ങനെ അങ്ങനെ ആയിപ്പോയി എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായി നോക്കുമ്പോൾ കുറേ വരുമാനങ്ങളുണ്ട്, കുറേ രീതിയിൽ പൈസ കിട്ടിയിട്ടുണ്ട്, ശരിയാണ്. പക്ഷെ ഇത് എങ്ങനെ തീർന്നു പോയി എന്ന് നോക്കുമ്പോൾ ഒന്നും ആലോചിക്കാൻ കഴിയാത്ത, കാര്യമായ ഒന്നും അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടെങ്കിൽ അവിടെയാണ് പടച്ച റബ്ബിന്റെ ബറക്കത്തില്ലാത്ത സമ്പാദ്യമാണത് എന്ന് മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ വാങ്ങുന്ന ആളും കൊടുക്കുന്ന ആളും ഫഇൻ സദഖാ വബയ്യനാ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ. ആ വാങ്ങുന്നയാളും കൊടുക്കുന്നയാളും അവരുടെ ഇടപാടുകൾ സത്യസന്ധമാക്കിയാൽ, അതിന്റെ എന്തെങ്കിലും കുറവുകളും ന്യൂനതകളും ഉണ്ടെങ്കിൽ പറഞ്ഞ് വ്യക്തമാക്കി അത് മനസ്സിലാക്കി കൊടുത്താൽ ബൂരിക ലഹുമാ ഫീ ബൈഇഹിമാ, അവരുടെ ഇടപാടിൽ, കച്ചവടത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമെന്നാണ്. വഇൻ കദബാ വകതമാ, ഇനി അവർ കളവ് പറയുകയാണെങ്കിൽ, ഇല്ലാത്തത് ഉണ്ട് എന്ന് പറഞ്ഞ് ഉള്ളത് ഇല്ല എന്ന് പറഞ്ഞ് അതിന്റെ ന്യൂനതകളും കുറവുകളും മറച്ചു വെച്ച് കച്ചവടം നടത്തിയാൽ മുഹിഖത്ത് ബറകതു ബൈഇഹിമാ, അവരുടെ കച്ചവടത്തിലെ ബറക്കത്ത് അള്ളാഹു നീക്കിക്കളയും, തുടച്ചു മാറ്റിക്കളയുമെന്ന്. അപ്പൊ നമ്മുടെ കൈകളിലേക്ക് തുച്ഛമായിട്ടാണ് കിട്ടുന്നതെങ്കിലും അതിലൊരു ഹൈറും ബറക്കത്തും ഉണ്ടെങ്കിൽ വലിയ സംതൃപ്തിയാണ്, വലിയ സന്തോഷമാണ്. ദുനിയാവിൽ മാത്രമല്ല ആഖിറത്തിലും അത് നമുക്ക് ഉപകരിക്കും എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയണം. അതേപോലെ നമ്മൾ ഉടുക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതും നമ്മുടെ മക്കളെ തീറ്റിക്കുന്നതും ഒക്കെ ഹറാമിലൂടെയാണ് എങ്കിൽ ഏറ്റവും വലിയ ദുരന്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു കാര്യം, നമ്മൾ ഏതെല്ലാം പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും കിടന്ന് നട്ടം തിരിയുമ്പോഴും ചങ്ക് പൊട്ടി പടച്ചവനെ വിളിച്ചാലും റബ്ബ് അതിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല, ആ ദുആക്ക് ഉത്തരം കിട്ടുകയില്ല എന്ന്. എത്രയോ അപകടകരമായ സംഗതിയാണത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർറജുലു യുതീലു സഫറ അശ്അത അഗ്ബർ. ഒരു മനുഷ്യൻ ദീർഘമായ യാത്ര ചെയ്യുകയാണ്. യാത്രക്കാരന്റെ ദുആ അള്ളാഹു തട്ടിക്കളയുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള ദുആയാണ് യാത്രയിലുള്ള ദുആ. അശ്അത അഗ്ബർ, അയാൾ ആ ദീർഘയാത്രയിൽ അയാൾ ആഡംബരങ്ങളൊക്കെ ഒഴിവാക്കി ഒരു സാഹിദായി, ഒരു വിരക്തനായി. അയാളുടെ ശരീരത്തിൽ പൊടി പടലങ്ങൾ പുരണ്ടിട്ടുണ്ട്, മുടി ജട കുത്തിയിട്ടുണ്ട്. യമുദ്ദു യദൈഹി ഇലസ്സമാ, രണ്ട് കൈകളും ആകാശത്തേക്ക് നീട്ടി യാ റബ്ബ് യാ റബ്ബ്, പടച്ചവനെ എന്ന് തന്നെയാണ് അയാൾ വിളിക്കുന്നത്. അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആ മനുഷ്യൻ. പക്ഷേ അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്താ കാര്യം? മത്അമുഹു ഹറാം, അയാൾ തിന്നത് ഹറാമാണ്. വമൽബസുഹു ഹറാം, അയാൾ ഉടുത്തത് ഹറാമിലൂടെ സമ്പാദിച്ചതാണ്. അതേപോലെ തന്നെ വഗുദിയ ബിൽ ഹറാം വമശ്റബുഹു ഹറാം, അയാൾ തിന്നതും കുടിച്ചതും ഉടുത്തതും വഗുദിയ ബിൽ ഹറാം, ഹറാമിനാൽ ഊട്ടപ്പെട്ട ഒരു മനുഷ്യൻ. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. അതുകൊണ്ട് തന്നെ സലഫുസ് സാലിഹീങ്ങൾ ഭയന്നിരുന്നു. ഹറാമുകൾ ഒഴിവാക്കുവാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. എന്തെല്ലാം ലാഭങ്ങൾ കിട്ടിയാലും അള്ളാഹ് നിഷിദ്ധമാക്കിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് വേണ്ട എന്ന് പറഞ്ഞതാണെങ്കിൽ വേണ്ട എന്ന് വെക്കുവാനുള്ള ഒരു സൂക്ഷ്മതാബോധവും ഹൃദയ വിശാലതയും അവർക്കുണ്ടായിരുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും ആ ഒരു നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കാന റജുലു ഇദാ ഖറജ മിൻ മൻസിലിഹി, വാപ്പ അല്ലെങ്കിൽ മക്കൾ അല്ലെങ്കിൽ ഭർത്താവ് വീട്ടിൽ നിന്ന് കച്ചവടത്തിനോ ഇടപാടുകൾക്കോ ജോലിക്കോ ഒക്കെ വേണ്ടി പോകുമ്പോ യഖൂലു ലഹു അഹ്ലുഹു, അയാളുടെ കുടുംബക്കാർ പറയുമായിരുന്നു അയാളോട്, ഇയ്യാക വകസ്ബൽ ഹറാം, ഹറാമിലൂടെ സമ്പാദിച്ച് ഒന്നും നിങ്ങൾ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരേണ്ടതില്ല. കാരണം ഫഇന്നാ നസ്ബിറു അലൽ ജൂ', സമ്പാദ്യമില്ലാതെ ഒരു നേരം പട്ടിണി കിടക്കേണ്ടി വന്നാൽ, ഒരു നേരം തിന്നുന്ന ഭക്ഷണത്തിന് അല്പമൊന്ന് കൊശി കുറയേണ്ടി വന്നാൽ ഞങ്ങൾക്കത് സഹിക്കാൻ സാധിക്കും. വല നസ്ബിറു അലന്നാർ, അള്ളാഹു ഒരുക്കിയിട്ടുള്ള കത്തിയാളെന്ന നരകം അത് സഹിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് പൊന്നു വാപ്പ അല്ലെങ്കിൽ ഭർത്താവെ, സഹോദരങ്ങളെ, നിങ്ങൾ ആരും ഞങ്ങളെ ഹറാമ് തീറ്റിക്കല്ലേ എന്ന് അന്ന് കാലത്ത് പറഞ്ഞിരുന്നു. ഇന്നാണെങ്കിലോ നേരെ തിരിച്ചാണ്. അങ്ങനെയൊക്കെ ഹറാമു ഹലാലൊക്കെ നോക്കി ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും നമ്മുടെ ഇടയിലുള്ളത് കൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ നിന്നുള്ള ഖൈറും ബറക്കത്തും ഇല്ലാതെ പോയി എന്നത് നമ്മൾ തിരിച്ചറിയണം. രോഗങ്ങൾ അധികരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ മറ്റു പല കാരണങ്ങളും കണ്ടെത്തുന്നതിനപ്പുറം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ആത്മീയമായ ഇത്തരത്തിലുള്ള ചിന്തകളും ആലോചനകളും നമുക്കുണ്ടാകേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നത്തെ കാലഘട്ടത്തെ ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, ലയഅതിയന്ന അലന്നാസി സമാൻ, മനുഷ്യന്മാർക്ക് ഒരു കാലം വരാനിരിക്കുന്നു. ലാ യുബാലിൽ മർഉ ബിമാ അഖദൽ മാൽ, തന്റെ സമ്പത്ത് ഏതു രൂപത്തിലായാൽ സമ്പാദിച്ചു എന്ന് പരിഗണിക്കാത്ത, ശ്രദ്ധിക്കാത്ത, വിലവെക്കാത്ത ഒരു കാലം. അമിൻ ഹറാമിൻ അമിൻ ഹലാലിൻ, ഹലാലിൽ നിന്നാണോ, ഹലാലിലൂടെയാണോ, ഹറാമിലൂടെയാണോ എൻ്റെ കയ്യിലേക്ക്, എൻ്റെ അക്കൗണ്ടിലേക്ക് ആ സമ്പാദ്യം വന്നത് എന്ന് പരിശോധിക്കാത്ത ഒരു കാലഘട്ടം. അത് വലിയ ദുരന്തത്തിന് വഴിവെക്കുമെന്നാണ്. ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകം കാണാം, ഖറഅതു ഫീ 90 മൗളിഅൻ മിനൽ ഖുർആൻ, ഖുർആനിൽ 90ഓളം സ്ഥലങ്ങളിൽ എനിക്ക് വായിക്കുവാൻ സാധിച്ചിട്ടുണ്ട്, പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അന്നല്ലാഹ ഖദ്ദറൽ അർസാഖ വളമിനഹാ ലിഖൽഖിഹി, അല്ലാഹുവാണ് നമുക്ക് റിസ്ക് നിശ്ചയിച്ചത് എന്നും അതിന്റെ ഗ്യാരണ്ടി, അതിന്റെ ജാമ്യം പടച്ചറബ് ഏറ്റതാണ് എന്നും, നമുക്ക് ജീവൻ അള്ളാഹു എത്ര കണ്ട് നിശ്ചയിച്ചിട്ടുണ്ടോ ആ ആയുസിന്റെ ഇടയിൽ നമുക്കെല്ലാവർക്കും കണക്കാക്കിയ റിസ്ക് അത് അള്ളാഹ് ഏറ്റതാണ്, അത് അള്ളാഹ് തരും എന്ന് ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ, 90-ലധികം സ്ഥലങ്ങളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഒരൊറ്റ സ്ഥലത്ത് എനിക്ക് വായിക്കുവാൻ സാധിച്ചത്, പഠിക്കുവാൻ സാധിച്ചത്, പിശാച് നിങ്ങളെ ദാരിദ്ര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തും, പേടിപ്പെടുത്തും. അവൻ വൃത്തികേടുകൾ ചെയ്യുവാൻ, മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. സത്യസന്ധനായ പടച്ചറബിന്റെ 90 വാഗ്ദാനങ്ങൾ നമ്മൾ സംശയിക്കുകയാണ്. അങ്ങനെ പോയാൽ അത് കിട്ടോ? പലിശ വേണ്ട എന്ന് വെച്ചാൽ കാര്യം നടക്കോ? ഹറാമിലൂടെ കച്ചവടം ചെയ്യണ്ട അല്ലെങ്കിൽ ഹറാമിലൂടെ സമ്പാദ്യം വേണ്ട എന്ന് വെച്ചാൽ കുടുംബം എങ്ങനെ പോറ്റും? വീടെങ്ങനെ പണിയും?
വാഹനം എങ്ങനെ വാങ്ങും? ഇങ്ങനെ 100 ആശങ്കകളും പേടിയും കൊണ്ട് നമ്മൾ പടച്ചറബ് പറഞ്ഞ 90 വാഗ്ദാനങ്ങളെയും സംശയത്തോടു കൂടി നീക്കി വെച്ചു. എന്നാലോ വസദ്ദഖനൽ കാദിബ ഫീ മൗളിഇൻ വാഹിദ്, പെരുങ്കള്ളനായ പിശാച് പറഞ്ഞൊരു കാര്യം അത് നമുക്ക് വലിയ ആശങ്കയാണ്, പേടിയാണ്. ദാരിദ്ര്യം, അതല്ലെങ്കിൽ കുടുംബത്തെ പോറ്റണ്ടേ, വീട് വെക്കണ്ടേ, എല്ലാവർക്കും വീടുണ്ട് നിനക്ക് വീട് വേണ്ടേ, എല്ലാവർക്കും വാഹനമുണ്ട് നിനക്ക് വാഹനം വേണ്ടേ, ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പിശാച് ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു ഭീഷണിയിൽ നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകൾ പെട്ടുപോയത് കൊണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, പരലോകത്തെക്കുറിച്ചുള്ള ചിന്ത, സ്വർഗത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ, നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാട് അതില്ലാതെ ഹലാലിലൂടെയാണെങ്കിലും വേണ്ടിയില്ല, ഹറാമിലൂടെയാണെങ്കിലും വേണ്ടിയില്ല, എൻ്റെ പോക്കറ്റിലേക്ക് കിട്ടണം, എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ കൂടി വരണം എന്ന ചിന്തയാണെങ്കിൽ ദുനിയാവും നഷ്ടമാണ്, പരലോകവും നഷ്ടമാണ്. ഒരു രോഗം തന്നാൽ മതി നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം ഇല്ലാതെയാകാനും ടെൻഷനും സമാധാനവും സ്വസ്ഥതയും എല്ലാം നശിച്ചു പോകാനും. അതുകൊണ്ട് സഹോദരങ്ങളെ, പടച്ചറബിനോട് ആത്മാർത്ഥമായി നമ്മൾ തേടേണ്ടത്, അള്ളാഹുവെ ഹലാല് തിന്നാൻ, ഹലാല് തീറ്റിക്കാൻ നീ ഞങ്ങളെ തൗഫീഖ് നൽകണേ എന്നാണ്. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദുആ. അള്ളാഹുവെ ഹലാല് കൊണ്ട് എൻ്റെ കാര്യങ്ങളെല്ലാം നീ മതിയാക്കണമേ, ഹറാമിനെ ആശ്രയിക്കാതെ. വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്, നിന്നെ മാത്രം ആശ്രയിച്ച് വേറൊരാളെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം നീ എന്നെ ധന്യനാക്കണേ എന്ന പ്രാർത്ഥന നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട അവസ്ഥ വരാതെ, ഒരാളുടെ മുമ്പിലും തലകുനിക്കേണ്ട ഒരു പതിതാവസ്ഥ, നമുക്ക് നിന്ദ്യത വരാതെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായി പോകണം. ഹറാമ് ആശ്രയിക്കുകയും വേണ്ട, ഹലാലിലൂടെ തന്നെ കാര്യങ്ങൾ നടക്കണം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിന്റെ അർത്ഥം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, അള്ളാഹു വിളിക്കാൻ, അല്ലയോ മനുഷ്യന്മാരെ, ജനങ്ങളെ, കുലൂ മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയിൽ ഉൽപ്പാദിപ്പിച്ചു തന്നതിൽ ഹലാലും ത്വയ്യിബുമായത്, പടച്ചറബ് അനുവദിച്ചതും വിശിഷ്ടവുമായത് നിങ്ങൾ തിന്നുകൊള്ളുക. വലാ തത്തബിഉ ഖുതുവാത്തി ശൈത്വാൻ, പിശാചിന്റെ കാലടിപ്പാടുകളെ നിങ്ങൾ പിൻപറ്റരുത്. പിശാച് പലതും പറഞ്ഞ് നിങ്ങൾ പ്രലോഭിപ്പിക്കും, പലതും പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കും. അതിലൊന്നും വീഴാതെ അള്ളാഹുവിന്റെ മാർഗനിർദ്ദേശങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ച് നിങ്ങൾ നേരായ മാർഗത്തിലൂടെ ജീവിച്ചോ, ദുനിയാവിൽ ഒന്നും നിങ്ങൾക്ക് വേണ്ടാത്തതില്ല. എല്ലാ നല്ലതും അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്, എല്ലാ നല്ലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വകവെച്ച് തന്നിട്ടുണ്ട്. എന്തെല്ലാം വൃത്തികേടുകളും നിങ്ങൾക്ക് അപകടകരമായിട്ടുണ്ടോ അതാണ് അള്ളാഹു വേണ്ട എന്ന് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുത് എന്ന് പറഞ്ഞത്. എന്നാൽ പിശാചാകട്ടെ തിന്മയെ നന്മയായി നിങ്ങൾക്ക് തോന്നിപ്പിക്കും. അതേപോലെ നിങ്ങൾക്ക് അപകടകരമായ ദോഷകരമായ സംഗതിയെ അലങ്കൃതമാക്കി തോന്നിപ്പിക്കും. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ വ്യക്തമായ പ്രത്യക്ഷമായ ശത്രുവാണ് എന്ന് ഖുർആൻ നമ്മളോട് ഉണർത്തുകയാണ്. ആ പടച്ചറബിന്റെ വാക്കുകൾക്ക് വില കൊടുത്ത് അള്ളാഹു പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിക്കാൻ നാം മാനസികമായി തയ്യാറാവുക. നമുക്കെല്ലാവർക്കും അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള എല്ലാ അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമ്പാദ്യത്തിലും നമ്മുടെ ആയുസ്സിലും ആരോഗ്യത്തിലും എല്ലാം അള്ളാഹു ബറക്കത്തുകൾ നൽകി, അള്ളാഹുവിന്റെ അനുഗ്രഹം നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പള്ളിയിൽ എപ്പോഴും നമസ്കരിക്കാൻ എത്തിക്കൊണ്ടിരുന്ന പല ആളുകളും അസുഖമായി ഹോസ്പിറ്റലുകളിലും അതേപോലെ വീടുകളിലുമൊക്കെയാണ്. യൂസുഫുക്കയുടെ കാര്യം പ്രത്യേകം ഞാൻ ഓർക്കുകയാണ്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നീക്കി പരിപൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ എല്ലാവരെയും അള്ളാഹു അവന്റെ വിശാലമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി ആദരിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.